നമസ്കാരം. കോൺഗ്രസിലെ സീറ്റ് വിഭജന ചർച്ച ഇപ്പോഴും പകുതി തീരുമാനമാകാതെ നീളുക തന്നെയാണ്. തെക്കൻ ജില്ലകളിലെ പല സീറ്റുകളിലേക്കും ഇനിയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ തർക്കം മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇതിലും പാർട്ടി നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുന്നത് കെ സുധാകരൻ്റെ നിലപാട് തന്നെയാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ തനിക്ക് മത്സരിച്ചേ തീരൂ എന്നുള്ള നിലപാടിൽ ഒരു തരത്തിലും മാറ്റം വരുത്താൻ കെ സുധാകരൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതേസമയം സുധാകരനെ എങ്ങനെയാണ് മെരുക്കേണ്ടത് എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും അറിയില്ല. പ്രധാനമായും കെ സുധാകരനും അടൂർ പ്രകാശുമാണ് തങ്ങൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യവുമായി വളരെ സജീവമായ രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം മറ്റ് പല എം പിമാർക്കും അതിൽ താല്പര്യമുണ്ട് എങ്കിലും അവരാരും ഇത്രയും ശക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. ഏതായാലും അടൂർ പ്രകാശിനെ പോലെയല്ല, കെ സുധാകരനെ പിണക്കുകയാണെങ്കിൽ അത് കേരളത്തിലുടനീളം തങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സുധാകരനുമായി ചർച്ച നടത്താൻ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖരായ നേതാക്കളെ പലരെയും പാർട്ടി ചുമതലപ്പെടുത്തിയത്. എന്നാൽ ആരൊക്കെ ചർച്ച നടത്തിയിട്ടും സുധാകരൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയെ അങ്കലാപ്പിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വന്തമായി വലിയ തോതിലുള്ള അനുയായി വൃന്ദമുള്ള ഒരാളാണ് കെ സുധാകരൻ. മാത്രമല്ല അദ്ദേഹം ശക്തനായൊരു നേതാവ് കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള കെ സുധാകരനെ എങ്ങനെയാണ് മാറ്റി നിർത്തുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഒരുപക്ഷെ അവസാന നിമിഷം കെ സുധാകരനും അടൂർ പ്രകാശനും സീറ്റ് നൽകാൻ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർബന്ധിതരായേക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയായിരിക്കും ഇപ്പോൾ രണ്ടാം ഘട്ടം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് നീളുന്നത്. തെക്കൻ ജില്ലകളിൽ അരുവിക്കര മണ്ഡലത്തിൽ അവിടെ ഇപ്പോൾ വി എസ് ശിവകുമാറും കെ ശബരിനാഥനും ഈ സീറ്റിനോട് രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നത് അരുവിക്കര സീറ്റിൽ വി എസ് ശിവകുമാർ മത്സരിക്കുമെന്നാണ്. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിനായി വി എസ് ശിവകുമാർ വീണ്ടും പിടിമുറുക്കുന്നുവെന്നും ശബരിനാഥൻ തന്നെ അരുവിക്കര മത്സരിക്കുമെന്നാണ്. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ CPI തന്നെ മത്സരിക്കാനാണ് UDF-ലെ ഘടകകക്ഷികൾക്കും താല്പര്യമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവാണ്. CPM-ലെ അതിശക്തനായ ഒരു നേതാവായിരുന്നു. SFI-ലും DFI-യിലൊക്കെ തന്നെ വളരെ പ്രമുഖനായിരുന്നു. അദ്ദേഹം MV രാഘവനോടൊപ്പമാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. എന്നാൽ UDF എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരിക്കലും നിയമസഭയിലേക്ക് ഒന്നും തന്നെ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിന് അതിനുള്ളൊരു അവസരം ഒരുക്കണം എന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ അതിനെ അനുകൂലിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ സുധാകരൻ എടുക്കുന്ന നിലപാട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രശ്നമാകാൻ സാധ്യതയുള്ളത്. സുധാകരനെ മെരുക്കാൻ ആർക്ക് കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. സുധാകരനാകട്ടെ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടിൽ ഇനിയും മാറ്റം വരുത്താതെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലെത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനയൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് താൻ പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് ശക്തരായ ഒരു നേതൃത്വമുണ്ട്. പക്ഷേ സീറ്റിന് വേണ്ടി നേതാക്കന്മാർ തമ്മിലുള്ള കടിപിടി ഇപ്പോഴും തുടരുമ്പോൾ പല നേതാക്കന്മാരും തങ്ങളുടെ നോമിനികളെ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധം പിടിക്കുമ്പോൾ അതും വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചില നേതാക്കൾക്കായി ഉന്നതരായ നേതാക്കൾ നിർബന്ധം പിടിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ തങ്ങളുടെ സ്ഥാനാർത്ഥി വേണം ഈ മണ്ഡലത്തിലെന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം മധുസൂദൻ മിസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. മധുസൂദൻ മിസ്ത്രി വളരെ നാളായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന ആളുകളാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ഒരുപക്ഷെ ദീപാദാസ് മുൻഷിയേക്കാൾ അറിയാവുന്ന വ്യക്തി കൂടിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് പോലും ഇപ്പോൾ അത് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എത്തുന്നു എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ നേതാക്കന്മാരൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ തന്നെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ വലിയ തോതിലുള്ള വിമത ഭീഷണി നിലവിൽ ഉയരുന്നതുമില്ല. സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഉടൻ തന്നെ ഒരു വലിയ സംഘം ആളുകൾ എല്ലാ മണ്ഡലങ്ങളിലും വിമത പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ പരസ്യ പ്രസ്ഥാനമായി രംഗത്തെത്താറുണ്ട്. പക്ഷേ ഇക്കുറി ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അധികം പേരൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അല്ലറ ചില്ലറ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. എങ്കിൽ പോലും ഈ അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കുന്നത്. അതിൽ പ്രധാനം ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ന് പരസ്യമായി ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനമായി രംഗത്തെത്തിയത് രംഗം കൂടുതൽ വഷളാകാനേ സഹായിക്കൂ എന്നാണ് പലരും കരുതുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇനിയും സ്ഥാനാർത്ഥികളെ ഇനി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് പല മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കന്മാരാരെയും പണക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കാം എന്നുള്ള ചർച്ചകൾ തന്നെയാണ് അവർ മുഴുകിയിരിക്കുന്നത്. ഏതായാലും സുധാകരനെ മെരുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആത്യന്തികമായി സുധാകരനെ ഒരുപക്ഷെ മത്സരിക്കാൻ കണ്ണൂർ സീറ്റ് അനുവദിക്കുക തന്നെ ചെയ്യും എന്നാണ് പൊതുവെ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.